നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ പൂങ്ങോട്ടുകുളം ജംഗ്ഷനിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിൽ MPO ബിൽഡിംഗിൽ പുതുതായി തുടങ്ങിയ ഹോംമെയ്ഡ് അസീജ പിക്കിൾസ് ആൻഡ് സ്ക്വാഷസ് എന്ന സ്ഥാപനം ബഹുമാനപ്പെട്ട തിരൂർ MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ചടങ്ങിൽ ഡോക്ടർ ഹസൻ ബാബു അധ്യക്ഷത വഹിച്ചു. പരിപൂർണമായും വീട്ടിൽ നിർമ്മിതമായ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വിവിധ തരം അച്ചാറുകളും സ്ക്വാഷുകളും ഈ ഷോറൂമിൽ ഒരുക്കിയതായി മുഹമ്മദ് ഫായിസ് പറഞ്ഞു. ഈ പുതിയ സംരംഭത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ അഹമ്മദ് മൂപ്പൻ, ഡയറക്ടർ ആസ്റ്റർ മിംസ്, ശ്രീമതി കമർനീസ അൻവർ, പൊന്നാനി വലിയ ജുമഅത്ത് പള്ളി കാസിം മുത്തുകോയ തങ്ങൾ, പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, അഡ്വക്കേറ്റ് VMK അഹമ്മദ്, ചേംബർ ഓഫ് കൊമേഴ്സ് പൊന്നാനി ഭാരവാഹി അബ്ദുൽ കയ്യൂം, MES തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ കൈനിക്കര അബ്ദുൽ ഖാദർ, MSS സംസ്ഥാന സെക്രട്ടറി ശ്രീ KP ഫസലുദ്ദീൻ, വാർഡ് കൗൺസിലർ ശ്രീമതി അഡ്വക്കേറ്റ് ജീന ഭാസ്കർ, ഡോക്ടർ നാസർ തിരൂർ നഴ്സിംഗ് ഹോം, പ്രിൻസിപ്പൽ തിരൂർ പോളിടെക്നിക് ശ്രീ ബഷീർ, സയ്യിദ് ഉമ്മർ തങ്ങൾ കൂട്ടായി, അർബൻ ബാങ്ക് തിരൂർ CEO സുരേഷ്, ഫെഡറൽ ബാങ്ക് തിരൂർ മാനേജർ ദീപു തുടങ്ങിയ പല പ്രമുഖരും കുടുംബങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചടങ്ങിൽ മരണപ്പെട്ടുപോയ PVAK ബാവയെ അനുസ്മരിക്കുകയും ചെയ്തു. സർവശക്തനായ അല്ലാഹുവിനോട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പരലോകജീവിതം സുഖമാക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. വാർദ്ധക്യം കണക്കിലെടുക്കാതെ എൻ്റെ വാപ്പാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് എല്ലാ വെള്ളിയാഴ്ചയും വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരായ അഹമ്മദ് വക്കീൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എൻ്റെ വാപ്പാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എൻ്റെ വാപ്പ എന്നും പറയുകയും ചെയ്യായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കനായ തിരൂർ MLA കുറുക്കോളി പോലീസായി അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യിക്കണമെന്നൊരു ആഗ്രഹം കൂടി പറഞ്ഞിരുന്നു. ആ ആഗ്രഹം പറയാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം യാതൊരു മുടക്കും കൂടാതെ അദ്ദേഹത്തിൻ്റെ സമയവും സൗകര്യം നോക്കിയിട്ടാണ് ഇന്ന് 18-ാം തീയതി ദിവസം തന്നെ ഞാൻ വെച്ചത്. വല്യപ്പയുടെ ആഗ്രഹം അനുസരിച്ച് ഇന്ന് അധികം ഏതെങ്കിലും മേഖലയിൽ എല്ലാ മേഖലയിലും അദ്ദേഹം ഉയർന്നു വരാൻ പേരക്കുട്ടിയെ വളർന്നു കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ വല്യപ്പയുടെ ആഗ്രഹം അനുസരിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം ഇന്ന് തുറക്കുമ്പോൾ സാധാരണ വിഭിന്നമായി മോൻ്റെ വല്യപ്പയെ അസംബാബിയുടെ പിതാവിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് കൂടി വെച്ചിരിക്കുകയാണ്. സാധാരണ വിഭിന്നമായിട്ടുള്ള ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ ബാബ സാഹിബിനെ തിരൂർക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം തിരൂരിനെ പ്രശസ്തമാക്കിയതിൽ പങ്കുള്ള ഡോക്ടർമാരും വക്കീലന്മാരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഒരു യുവ കോമളനായി തന്നെ എന്ന് പറയട്ടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് അഹമ്മദ് സാഹിബ് 99-ന്റെ നിറവിലും ഇവിടെയുള്ള ചെറുപ്പക്കാരേക്കാൾ പ്രസരിപ്പോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്കറിയാം തിരൂരിലെ വലിയ പ്രശസ്തനായ വിശ്വകരൻ
ഡോക്ടർ അലിക്കുട്ടി സാഹിബിനെ നമുക്ക് എല്ലാവർക്കും പറയാം. ആ നിലയിൽ തോളുരുമി നിന്നിരുന്ന മറ്റൊരു മഹൽ വ്യക്തിയാണ് പൊന്നാനിയിൽ നിന്ന് തിരൂരിൽ വന്ന് പൊൻപ്രഭ പരത്തിയ ബാബ സാഹിബ്, ഡോക്ടർ ബാബ സാഹിബ്. ബാബ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെട്ട മഖ്ദൂം കുടുംബത്തിലെ തന്നെ അംഗമായ ബാബ ഡോക്ടർ ഒരു ഡോക്ടറായി മാത്രമല്ല നമ്മുടെ മുമ്പിൽ പരിഹസിച്ചത് എന്നുള്ളതാണ് പ്രത്യേകത. ഒരു ഡോക്ടറുടെ സഞ്ചാരപഥം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ തികഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകർ, ഒരു ഡോക്ടർക്ക് സാമൂഹ്യ പ്രതിബദ്ധത കൂടി അവനെ വശമായി നിൽക്കേണ്ടതുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാളായിരുന്നു ബാബ ഡോക്ടർ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തെ രോഗികളെ കാണുക, ചികിത്സിക്കുക എന്നുള്ളതിനപ്പുറം രോഗം വരാതിരിക്കുവാനുള്ള മുൻകരുതലുകളുമായി ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ എല്ലാം തികഞ്ഞ മുഖഭാവത്തോടുകൂടി നമ്മുടെ മുമ്പിൽ നിറഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു കുടുംബത്തിലെ ഒരംഗമായിരുന്നു. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ വടകര വെച്ച് ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഞാൻ പൊതുമരാമത്ത് വകുപ്പിൽ ആ ഭാഗത്ത് ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ സഹോദരൻ ഹബീബ് റഹ്മാൻ മൂപ്പൻ വടകര താമസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഡോക്ടർ ബാബ സാഹിബ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഒഴിവുള്ള സമയത്തൊക്കെ അവരൊന്നിച്ചിരുന്ന് സൗഹാർദ്ദം പങ്കിടുന്നതാണ്. ആ കൂട്ടത്തിൽ ഞാനും കൂടാറുണ്ട് ഒഴിവുള്ള ദിവസങ്ങളിൽ. പക്ഷെ ബാബ ഡോക്ടറെ നമ്മളാരും മറക്കാൻ കാലമായിട്ടില്ല. ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ധൃതി കാണിച്ച്, അതായത് ഉപ്പാനോടുള്ള മഹബത്തായില്ല. ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. നാട്ടിലറിയപ്പെട്ട ആളുകളുടെ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാറ്. പിതാവിന് വേണ്ടി ഒരു മകൻ അങ്ങനെ സംഘടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. വലിയ സന്തോഷം തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണം വന്നപ്പോൾ. കാരണം ഒരു വർഷം തികയുന്നതിന് മുമ്പേ തൻ്റെ പിതാവിനെ കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുകയും എനിക്ക് പറയാനുള്ളത് ആളുകളെ കേൾപ്പിക്കുകയും വേണം എന്ന ഒരു ബുദ്ധിയിലാണ് അദ്ദേഹം ഈ ചടങ്ങ് ആഗ്രഹിച്ചത്, ഞങ്ങളൊക്കെ ഇതിലേക്ക് ക്ഷണിച്ചത്. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ പിതാവ് ബാബ ഡോക്ടറെ അടുത്ത് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കെട്ടും മട്ടും അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞു. വഇബാദുർ റഹ്മാനി അല്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹുവിൻ്റെ അടിമകൾ അവൻ്റെ ഭൂമിയിൽ നടക്കുക സോഫ്റ്റായാണ്, മൃദുലമായാണ്. ആ അറിവിൻ്റെ ജാടയോ അല്ലെങ്കിൽ ഉന്നത ബന്ധങ്ങളോ, ഞാനൊരു ഫേമസ് ആണ് എന്നുള്ള രീതിയിലല്ല അദ്ദേഹം പെരുമാറിയത്. വലിയ താഴ്മ. പെരുമാറുന്നവരോടൊക്കെ ആളുകൾക്ക് തോന്നും ബാബ ഡോക്ടർക്ക് എന്നോടാണ് കൂടുതൽ സ്നേഹം തോന്നിപ്പോകും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നോക്കിക്കാണുന്നു തിരൂരിലെ ഒരുപാട് ഡോക്ടർമാരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട ബാബ ഡോക്ടർ. മാത്രമല്ല തൻ്റെ ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം എവിടെയെങ്കിലും പോയി വേർതിരിക്കലല്ല. ഈ ഗേറ്റിൻ്റെ പരിസരത്തൊക്കെ ഇവിടെ കാണുമ്പോൾ ആരെങ്കിലും കണ്ടാൽ മാടി വിളിച്ച്, അറിയുന്നവരാണെങ്കിൽ അവരുടെ വിശേഷം ചോദിച്ച് നാടിൻ്റെ ഗതിവിഗതികൾ സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളിലെയും തൻ്റെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു നല്ല വ്യക്തിത്വം. അത് 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞില്ലേ. പൊന്നാനിയിലെ മഖ്ദൂം കുടുംബത്തിലെ ഒരു അംഗം, ഒരുപാട് വെള്ളി വെളിച്ചം നൽകിയ ഒരു ഫാമിലിയാണല്ലോ അവര്. പഠിക്കാത്ത മക്കളോടൊക്കെ പഠിക്കാൻ പറയുകയും തൻ്റെ അടുത്ത് വരുന്ന കഷ്ടപ്പെട്ട രോഗിയാണെങ്കിൽ എന്താ നിങ്ങൾ ഇങ്ങനെ വയന്ന് നിൽക്കുന്നത് ചോദിച്ചാൽ, ഞാൻ അസുഖം വന്നപ്പോൾ ഓടിയതാണ് ഡോക്ടർ, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഫീസ് എടുക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. ഉണ്ടാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ പോയിക്കോ, പൊരുത്തപ്പെട്ടു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്ന ഒരു ഡോക്ടർ. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുക, വലിയ താഴ്മയായിരുന്നു. മൻ തവാദഅ റഫഅഹുല്ലാഹ്. താഴ്മ ചെയ്തവരെ പടച്ചവൻ ഉയർത്തുമെന്നാണ്. ബാബ ഡോക്ടർ ഉന്നത ശ്രേണിയിലായിരുന്നു. എത്ര പേർക്കറിയാം ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അമോശനമായ വലിയ ബന്ധം, കെയുമായുള്ള ബന്ധം, നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആളുകളുമായൊക്കെ ബന്ധം, അവരുടെ ചികിത്സാ കാര്യങ്ങളിൽ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ആ സേവനം മാനിച്ചാണ് തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ഡെപ്യൂട്ടേഷനിൽ 1-ലധികം ആശുപത്രികൾ. പൊന്നാനി മഅൂനത്തിൻ്റെ ട്രഷററായിരുന്നിട്ടുണ്ട്.
പൊന്നാനി മഴവനത്തിൽ ഞാൻ ഇടയ്ക്ക് പോകലുണ്ട്. ഈ ഒരാഴ്ച ഞാൻ പൊന്നാനി മഴവനത്തിൽ 1 മണിക്കൂർ പ്രസംഗിച്ചു വിശ്വാസികളോട്. പൊന്നാനി കോളേജിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് സമരം വരുമ്പോൾ വലിയ ഇഷ്ടമാണ്. കാരണം ആ പീരീഡ് ഞാൻ ഉടനെ ഇറങ്ങിപ്പോലും മഴവനത്തിൽ വരും. അവരെന്തുകൊണ്ട് ആശ്ലേഷിച്ചു എന്ന് ഞാൻ ചോദിച്ചാൽ അത് കിട്ടുമ്പോൾ ഒരു കൗതുകമാണ്. അവർ പിന്നെ അവരുടെ സിദ്ധാന്തത്തിലേക്ക് കടന്നു വരാനുള്ള കാര്യകാരണങ്ങൾ പറയുമ്പോൾ മനസ്സിന് കിട്ടുന്നത് നമ്മളൊക്കെ വളരെ മോശമാണ് കാര്യം. അവരുടെ ജീവിതവും അവരുടെ ത്യാഗവും അവരൊക്കെ വില കൊടുത്ത വിശ്വാസികളാണ്. ആ മഴൂനത്തിൽ കൈവച്ച കുടുംബം, അതാണ് പ്രിയപ്പെട്ട ബാവ ഡോക്ടറുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, വടകര, തലശ്ശേരി എല്ലാ മേഖലകളിൽ ഈ മക്കളുമായി അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കാം. ഹസൻ ബാബു ഡോക്ടറുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഡെൻ്റൽ ഡോക്ടർ എന്ന നിലക്ക് പിന്നെ ആ രംഗത്ത് ചികിത്സയ്ക്ക് വരാറുണ്ട്. ഞാനും എൻ്റെ ഫാമിലി അടുത്തൊക്കെ വരാറുണ്ട്. വലിയ സംസാരപ്രിയനാണ്. ഞാൻ ചിലപ്പോൾ പറയും നിങ്ങൾ പല്ല് വെക്കേണ്ടടുത്ത് തന്നെ വെക്കണം എന്ന് പറയുന്ന കാരണം വർത്താനത്തിനിടയ്ക്ക് മാറിപ്പോകണ്ടല്ലോ എന്ന് കരുതി. ഇത്രത്തോളം നല്ല മറക്കും. അദ്ദേഹം തൻ്റെ മുമ്പിലുള്ള രോഗിയെ മറന്ന ആ വീട്ടുവിശേഷം ചോദിക്കുക. ഇപ്പം എൻ്റെ മക്കളെ കണ്ട മക്കളോട് എൻ്റെ മധുര പറയും, എന്നെക്കുറിച്ച് പറയും. അങ്ങനെ കൂടുതൽ ആളുകളെ കൂട്ടിയിണക്കുക. അതാ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 10 ഗുണം 10 ഗുണം ആ പിതാവിൽ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്ത ആ ഒരു വല്ലാത്ത മനുഷ്യപ്പറ്റാണ്. കാരണം ഇന്ന് അങ്ങനെയാണ്. ഇവിടെ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ തന്നെ വെള്ളത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. എന്തെങ്കിലും ഒരു സർവത്തോ എന്തെങ്കിലും ഒരു സ്പർശമായിരിക്കും. അങ്ങനെ എല്ലാ കാര്യവും ഒക്കെ നന്നായി അറിയാം. അപ്പം ഞാൻ അവളോട് പറയും നന്നായി കുക്ക് ചെയ്യും, നല്ലോണം ചെയ്യുക. അപ്പം ഇങ്ങനെ കുറെ ചെറുതായിട്ടൊക്കെ ആദ്യം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പം എന്നിട്ട് ഞാൻ പറയും ഇനിയും നന്നായി ചെയ്യണം. എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. നന്നാക്കണം ഇനിയും മുന്നോട്ട് പോകണം. അങ്ങനെയുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്നോട് സുന്ദർ ഡോക്ടർ പറയുന്നത് ഇങ്ങനൊരു ഷോപ്പ് തുടങ്ങിയാണ് അസിജാന്റെ പേരിൽ. അസിജ ആണ് ചെയ്യുന്നത്. മകൻ അത് മാനേജ് ചെയ്യുന്നു. വളരെ സന്തോഷം തോന്നി. ഒരു പിതൃതുല്യനായിരുന്നു അദ്ദേഹം. ജോലി ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. ആ തലശ്ശേരിയൊക്കെ അത് ജോലി അനുഭവം വരും. തലശ്ശേരി അത് ഓരോ അന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിട്ട് അദ്ദേഹം നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. കാരണം അന്ന് പാർട്ടി അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരും എന്ന് പറയുന്നത്. അവർ വരും. അത് കൂടെ അന്ന് ഇന്ത്യയിലാകണമൊക്കെ ഉണ്ടാവും. തമാശയിൽ പറയും അന്ന് അദ്ദേഹം കുറേ ഞാൻ വരുന്ന പലപ്പോഴും പാർട്ടീൻ്റെ പിരിവ് എന്നോട് വരും. സംഭാവനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഞാൻ അങ്ങനെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ പൈസ കൊടുക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല. അവർ വളരെ നയപരമായിട്ട് അവർ പറഞ്ഞത്ര ഒരു പൈസ ഒന്നും കൊടുക്കേണ്ട. കാരണം അവിടുത്തെ സമ്മേളനത്തിന് കുറച്ച് ആളുകൾ ഭക്ഷണം സ്പോൺസർ ചെയ്താൽ മതി, ഡോക്ടർ കൊടുത്താൽ മതിയാണ്. അപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായെന്നാണ് പറഞ്ഞത്. മകനും ഒക്കെ സാധ്യമാവുമാറാമത്തെ ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വളരെയധികം. وإخواننا وأهلنا المستضعفين المجاهدين في سبيل الله بغزة فلسطين. അനുഷ്ഠാനം 6 മാസം കുടുംബത്തിൽ നടത്തുവാൻ പ്രാപ്തമായ ഈ കുടുംബത്തിലെ അദ്ദേഹത്തിന് മകനോട് അതൊരു സംശയവുമില്ല. ആ വലിപ്പം, ആ അടുപ്പം, ആ സ്നേഹം കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഉണ്ടാവട്ടെ. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.